ജി സുധാകരന്റെ വിമർശനത്തിന് മറുപടി പറയുകയാണ് കെ വി തോമസ്. കാര്യങ്ങൾ വിശദീകരിച്ച കെ വി തോമസ് ജി സുധാകരന് കത്തയച്ചു. പ്രതിമാസം 30 ലക്ഷം രൂപ കിട്ടുന്നുവെന്ന ധാരണ കൃത്യമായ വിവരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് എന്ന് കത്തിൽ പറയുന്നു. അതിൻ്റെ ഈ വിവരങ്ങൾ അരുൺ ശങ്കർ തന്നെയാണ് നൽകുക. അരുൺ, ഇതൊരു രാഷ്ട്രീയ പോരാണ്. ഇതിനു മുന്നോടിയായി കെ വി തോമസിന്റെ ഈ ഡൽഹിയിലെ പ്രത്യേക ഒരു സംശയം, ജി സുധാകരനാണോ കെ സുധാകരനാണോ? എനിക്ക് ആ വാർത്തയിൽ അത്ര വ്യക്തതയില്ലാത്തതുകൊണ്ടാണ്. ജി സുധാകരനാണോ കെ സുധാകരനാണോ? CPM നേതാവ് ജി സുധാകരനാണ് ഇത് സംബന്ധിച്ചുള്ള വിമർശനം ഉന്നയിച്ചത്. കെ വി തോമസ് പ്രതിമാസം 30 ലക്ഷം രൂപ വാങ്ങുന്നു, ഇതെങ്ങനെ പുഴുങ്ങി തിന്നുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. ഇതിനാണ് ഇപ്പോൾ മറുപടിയുമായി കെ വി തോമസ് രംഗത്ത് വന്നിരിക്കുന്നത്. ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഈ വിഷയത്തിൽ നേരിട്ട് തന്നോട് ചോദിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ തനിക്ക് ലഭിക്കുന്ന ആനുകൂല്യം സംബന്ധിച്ചുള്ള വിശദീകരണവും ഈ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് പറയുന്നത് അതായത് എനിക്ക് അധ്യാപകനും അതോടൊപ്പം തന്നെ ജനപ്രതിനിധിക്കും ലഭിക്കുന്ന അനുവദിച്ചിട്ടുള്ള പെൻഷനാണ് ലഭിക്കുന്നത്. 1.25 ലക്ഷം രൂപ ആ ഇനത്തിൽ ലഭിക്കുന്നുണ്ട്. ഓണറേറിയമായിട്ട് സർക്കാർ പ്രത്യേക പ്രതിനിധി എന്ന നിലയിൽ ഓണറേറിയമായിട്ട് 1 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ താമസ സൗകര്യവും യാത്രാ സൗകര്യവും നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഓണറേറിയം വാങ്ങാനുള്ള കാരണവും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതായത് മന്ത്രിമാർക്ക് ലഭിക്കുന്ന അലവൻസൊക്കെ തനിക്ക് ലഭിക്കും, പക്ഷേ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ 2026 നിലവിലെ തസ്തികയുടെ കാലാവധി, അതായത് പ്രത്യേക പ്രതിനിധി എന്ന സ്ഥാനത്ത് നിന്ന് താൻ മാറേണ്ടി വരും. അപ്പോൾ വീണ്ടും പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നത് വലിയൊരു ശ്രമമായി മാറും. അതുകൊണ്ടാണ് ഓണറേറിയം മാത്രം മതി എന്ന നിലയിൽ നിൽക്കുന്നത്. ഒരു സാമൂഹ്യ സേവനമായിട്ടാണ് താൻ ഇതിൽ കാണുന്നത്. തൻ്റെ ഇടപെടൽ മൂലം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. 50 വർഷം മുന്നേ ഡൽഹി പരിചയമുണ്ട്, ഭരണപരിചയമുണ്ട്. ആ പരിചയമാണ് സംസ്ഥാനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് എന്നുകൂടി കെ വി തോമസ് പറയുന്നുണ്ട്. എന്തായാലും ഈ വിശദീകരണത്തോടു കൂടി ഇക്കാര്യം ബോധ്യമാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് അവസാനിക്കുന്നത്.